അയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. നമസ്കാരം. ദീപക് എന്ന് പറയുന്ന ആ പാവം മനുഷ്യന്റെ ആത്മഹത്യ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കും. നമ്മൾ ഓൾറെഡി 2 വീഡിയോ ഇട്ടു. ഇപ്പൊ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് എന്ന് പറയുന്ന മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം യഥാർത്ഥത്തിൽ ആ ബസ് വീഡിയോ അല്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ആ ബസ് വീഡിയോ അല്ല. ആ ബസ്സിൽ ആ പെൺകുട്ടി എന്ന് പറയുന്ന ആ കൊലയാളി, ആ പെണ്ണ്, ആ നാറിയ പെണ്ണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അവളുടെ റീച്ചിന് വേണ്ടിയിട്ട് ഒരു പാവം മനുഷ്യന്റെ ജീവൻ എടുക്കുകയാണ് ചെയ്തത്. നമുക്ക് ആ റീലിലും നമ്മൾ പലവട്ടം കണ്ടു. അതിനകത്ത് ഒരു തേങ്ങയും ഇല്ല. അവള് തന്നെ തന്റെ നെഞ്ചുകൊണ്ട് തട്ടട എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചല്ലേ. റീച്ചിന് വേണ്ടിയിട്ട് മാത്രം ഇതൊരു സ്ഥിരം ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നു. ബസ്സിൽ കയറുക, ആരുടെങ്കിലും പോയിരിക്കുക, തൊട്ടി ഒരുമുഖ. ഇന്നാൾ ഞാൻ ഒരു റീച്ച് കണ്ട്, അവൻ അവിടെ പിടിക്കുന്നു, ഇവിടെ പിടിക്കുന്നു, ലാസ്റ്റ് അവളുടെ നെഞ്ചിൽ പിടിക്കുന്നവരെ അവളെ കാത്തുകൊണ്ടിരിക്കുന്നു. അതുവരെ അവൾ ഒന്നും ചെയ്യുന്നില്ല. നീ നെഞ്ചിൽ പിടി, നെഞ്ച് പിടിച്ചാൽ എനിക്ക് കുറച്ചും കൂടി വൈറലാവുള്ളൂ, അല്ലെങ്കിൽ നീ അങ്ങ് താഴെ പിടിക്കും എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് എടുക്കുന്ന വീഡിയോസ്. മനസ്സിലായോ? ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ വന്നത്, അവൾക്കെതിരെ, സത്യം പറഞ്ഞാൽ അവൾക്കെതിരെ നല്ല മുട്ടം പണി വരുന്നുണ്ട്. അവൾ എന്തായാലും കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടതായിട്ട് വരും. കാരണം ആ വീഡിയോയിൽ ഈ പുള്ളിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? എവളുടെ ഭാഗത്ത് എവള് മനഃപൂർവ്വം ഈ പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും തട്ടാൻ വേണ്ടിയിട്ട് നിന്ന്, അതായത് ആദ്യം ബേക്കേക്കിന് ഒരു പെണ്ണിന് ഈ ഒരു സ്വഭാവം ഉണ്ടായി, എന്നെ എന്തുകൊണ്ട് തട്ടിയില്ല, അതുകൊണ്ട് തട്ടാൻ വേണ്ടി കണക്കാക്കി നിന്ന് എടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുമല്ല അവളുടെ ആ ഒരു വോയിസ്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട് വേണമെങ്കിൽ പോയി കാണാം. ആ വോയിസിൽ അവളുടെ ധാർഷ്ട്യമുണ്ട്. അങ്ങനെ ചത്തെങ്കിൽ ചാവട്ടെ, അവൻ ചാവാനുള്ളവൻ തന്നെയാണ്, അവന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് എന്നുള്ളത് വീണ്ടും പറയുന്നുണ്ട്. വീണ്ടും അതിനെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാനിവിടെ ഇപ്പം പറയാൻ വന്ന കാര്യം, ഇവന്റെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി 9 മണിക്ക് ഈ പുള്ളിയെ വിളിച്ചിട്ടുണ്ട്. വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് ആക്ച്വലി പുള്ളി 9 മണിക്ക് പുള്ളി വിളിക്കുന്നു, 11 മണി കഴിയുമ്പോൾ ഈ പുള്ളി ആത്മഹത്യ ചെയ്യുന്നു. മനസ്സിലായോ? എന്തുകൊണ്ടാണ്? അതായത് 2 ദിവസം മുമ്പാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോഴൊക്കെ പുള്ളി വളരെ ധൈര്യത്തോടു കൂടി ഇതൊക്കെ കണ്ട എല്ലാവരും അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇട്ടത്. പക്ഷേ 9 മണിക്ക് ഈ പുള്ളിയുടെ സുഹൃത്തിന്റെ കോള് വന്നതിന് ശേഷമാണ് ഈ പുള്ളി ആത്മഹത്യയിലേക്ക് പോകുന്നത്. അതിനുള്ള കാരണം പറയാം. ആദ്യം ഈ പുള്ളി വിളിച്ചപ്പോഴുള്ള ഒരു സംഭവം ഇത് കേട്ടോണേ. പക്ഷെ നെഞ്ഞ് തകരണ തരത്തിലുള്ള സംസാരം ഒന്നും അവന്റെ ഭാഗത്ത് വന്നിട്ടില്ല. അവൻ ആ കാമായിട്ടാണ് എന്നോട് സംസാരിച്ചത്, നല്ല രീതിയിൽ സംസാരിച്ചത്. എന്നാൽ ശരി, ഞാൻ വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വെച്ചത്. അവൻ അങ്ങനെ എന്തെങ്കിലും ടോണിൽ ഒരു ചെറിയൊരു വേരിയേഷൻ ഞാൻ അറിയൂ. കാരണം അത്രയും വർഷത്തെ ഞാനും ഓനും തമ്മിലുള്ള ബന്ധമാണ്. ഇത് ഇന്നലെയാണോ? ഇന്നലെ രാത്രി 9 സംസാരിച്ചാണ്. ഞാൻ ആ സമയത്ത് ഇവിടെ പുളിക്കലാണ്, ഞാൻ ഭക്ഷണം കഴിക്കാനും. ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ ഇവിടെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത്. ഓക്കെ. ഇന്നലെ ഈ പുള്ളി 9:30 വിളിച്ചപ്പോൾ ആ പുള്ളി വളരെ കാമായിരുന്നു. പുള്ളിക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. ഈ പുള്ളി ഫോൺ വെച്ചതിന് ശേഷം ഈ പുള്ളി തിരിച്ചു വിളിക്കാനുള്ള ഒരു കാരണമുണ്ട്. തിരിച്ചു വിളിച്ചപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ഒരു വീഡിയോ വന്ന ഫസ്റ്റ് എനിക്കൊരു മെസ്സേജ് ആയിട്ട് ഒരു വീഡിയോ വന്നിട്ട് ഞാൻ പറഞ്ഞിങ്ങനെ, ആ പെൺകുട്ടി പുതിയൊരു വീഡിയോ ഇട്ടിക്കണ്. നിലവിലുള്ള വീഡിയോ കൂടാതെ അവളൊരു പുതിയ വീഡിയോ ഇട്ടിക്കണ്. ആ വീഡിയോ ഇട്ടിട്ട് അവൾ തന്നെ സ്വയം പറയാണ്, ഞാൻ നിരപരാധിയാണ്, ഇതിങ്ങനെ ഞരമ്പ് രോഗികൾക്ക് ഇങ്ങനെ അസോസിയേഷൻ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അവരിങ്ങനെ സ്വയം പുകയറ്റി പറയാണ്. ഇത് നിർത്തലാക്കണോ, ഇത് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ ഇനി ഉണ്ടാവാൻ പാടില്ല എന്നുള്ള അവരൊരു വീഡിയോ ഇതാ. അപ്പോൾ അതിങ്ങനെ എൻ്റെ കയ്യിൽ വന്നിട്ട് ഞാനത് നോക്കിയിട്ട് വരില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഫസ്റ്റ് കുറച്ച് നോക്കിയാൽ തന്നെ അത് നോക്കിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി വന്നിക്കണ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ കണ്ടാണ് ഇങ്ങനെ ആ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യണത്. അപ്പോൾ ഓൻ പറഞ്ഞു, ആ വീഡിയോ ഒന്നും കൂടെ അയക്കുന്നത്. ഞാൻ പറഞ്ഞു, വീഡിയോ ഞാൻ അയക്കണില്ല, നമുക്ക് രാവിലെ സംസാരിക്കാമെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, എല്ലാടെ ഈ അയക്കടാ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനുള്ളൂ, എനിക്ക് അതൊന്നുമില്ലെന്ന്. അപ്പോൾ അങ്ങനെ പൊതുവേ നമ്മൾ സംസാരിക്കണ ആ രീതി തന്നെ ഉള്ളൂ, വേരിയേഷൻ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഓക്കെ എന്നാണ് ഞാൻ അയച്ചു കൊടുത്തത്. ആ വീഡിയോ ഇട്ടുകൊടുത്ത് പിന്നെ അതിൻ്റെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. പിന്നെ എനിക്കെന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് പോണ വഴിക്കാണ്, ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കാനുണ്ട്. ഞാൻ എൻ്റെ ഉമ്മനോട് സംസാരിക്കും, എൻ്റെ സുഹൃത്തായിട്ട് സംസാരിച്ചിട്ടൊക്കെ പോവാണ്. അപ്പോൾ അതിനുശേഷം ഞാനത് വിട്ട് പിന്നെ വീട്ടിലെത്തിയ സ്വാഭാവികമായിട്ടും വിളിക്കുകയാണെങ്കിൽ മാത്രം. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? അതായത് ആദ്യം ആ ബസ്സിലിട്ട വീഡിയോ ആയിട്ട് ഈ പുള്ളിക്ക് ഒരു വിഷയമില്ല. പുള്ളിക്ക് വളരെ ധൈര്യമായിരുന്നു ഒരു കേസിലേക്ക് ഒരു പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു വക്കീലിനെ കാണാൻ വേണ്ടിയിട്ട് ഈ സുഹൃത്തുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഈ പുള്ളി ആദ്യം ഒന്ന് വിളിച്ചിട്ട് വെച്ചതിന് ശേഷം രണ്ടാമത് വീണ്ടും ഈ പുള്ളി വിളിക്കുകയാണ്. രണ്ടാമത് പുള്ളി വിളിക്കാൻ കാരണം ഈ അലവരാതി പെണ്ണ്, അല്ലെങ്കിൽ ഈ നരഭോജിയായ ഈ പെൺകുട്ടി വീണ്ടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് ആ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ അവൾ പറഞ്ഞിരിക്കുന്നത്, നമ്മളൊക്കെ എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഞരമ്പന്മാരാണ്, അത് നടത്തുന്നത് കറക്റ്റാണ്, അയാള്
ഈ പറഞ്ഞ ഒരു ഞരമ്പ് രോഗിയാണ് എന്നുള്ള രീതിയിൽ ഈ പെൺകുട്ടി ഒരു വീഡിയോ ഇട്ടു. എന്നിട്ട് ഈ പെൺകുട്ടി ഈ വീഡിയോ മുക്കി ഡിലീറ്റ് ചെയ്ത് ഓടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ പുള്ളി ജീവൻ എടുക്കാനുള്ള യഥാർത്ഥ കാരണം ആ ഒരു വീഡിയോ ആയിരുന്നു. നമുക്ക് ആദ്യം അവള് മുക്കിയ വീഡിയോ ഉണ്ടല്ലോ, ആ വീഡിയോ കണ്ടു നോക്കാം. അതായത് ഈ പുള്ളി ഇതെന്താതെ ഈ വിളിച്ചിട്ട് ഈ ഒരു സംഭവം പറഞ്ഞു, അയാൾ വീഡിയോ ചോദിച്ചു, ഇയാൾ വേണ്ടെന്ന് പറഞ്ഞു, വീണ്ടും വേണമെന്ന് പറഞ്ഞു, പുള്ളി ഇട്ട് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇയാൾക്ക് ഒരു റിപ്ലൈ വന്നിട്ടില്ല. അതിനുശേഷമാണ് പുള്ളി ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഓക്കെ, നമുക്ക് ആ ഒരു വീഡിയോ കാണാം. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെന്റ് ഇല്ലാതെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാൻ. എനിക്കിത് ഇതിൽ മനസ്സിലാക്കിയത് ഈ രണ്ടാമത്തെ വീഡിയോ നമ്മൾ സ്ലോ മോഷനിൽ കാണിക്കുന്നത്. ആ സ്ലോ മോഷനിൽ കാണുമ്പോൾ നമുക്ക് തോന്നും മനഃപൂർവ്വമാണ് തട്ടിയത് എന്ന് തോന്നുന്നുണ്ട് അല്ലേ? ഈ ഒരു സാധനമാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞ അയാൾ ആത്മഹത്യയിലേക്ക് യഥാർത്ഥത്തിൽ നയിച്ചത് എന്നുള്ളതാണ്. അതിനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരം. നിനക്കാണുള്ളത്, നീയാണ് കൊല്ലിച്ചത്, മനസ്സിലായോ? നീ എന്തൊക്കെ ചെയ്താൽ നീ ഒരു പെണ്ണായത് കൊണ്ട് എന്ത് തേങ്ങ ഇട്ടാലും ആരും ഒരു തേങ്ങയും ചെയ്യില്ല എന്നുള്ള ഒരു ധാഷ്ട്യമുള്ള നിനക്കാണ്, മനസ്സിലായോ? എമ്പതി ഇല്ലാത്തത് നിനക്കാണ്. ഇത് ആക്സിഡന്റ് ആയിട്ട് സംഭവിച്ചതുമല്ല, നീ ഇത് വരുത്തി തീർത്തതാണ്, അതിന് ഒരു സംശയമില്ല. അതും കൊണ്ടാണ് എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടോണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ചു നേരം അങ്ങനെ നിന്നു, കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്. ഇതൊരു പറഞ്ഞാൽ നീയാണ് ഇത് പാറ്റേൺ ആയിട്ട് നീ മാത്രമല്ല, നിന്റെ ഈ സ്ത്രീജനം, ഈ സ്ത്രീവർഗം എല്ലാവരും ഇതുപോലെ ബസ്സിലിരുന്ന് വൈറൽ ആവാൻ വേണ്ടി ഇതുപോലെ 2K കിഡ്സിലുള്ള കുറെ യങ്സ്റ്റേഴ്സ് ഇവരാണ് ഇതൊരു പാറ്റേൺ ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നീയൊക്കെ മാറ്റാൻ പോകുന്നില്ല. ഇപ്പൊ ഈ ഒരു കേസ് വന്നത് കൊണ്ട് കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. നോർമൽ ബിഹേവിയർ അല്ല, അല്ല ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ? അൺകറക്റ്റഡ് ബിഹേവിയറാ. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക, നീ വൈറലാവുക, ഇതാണ് നിന്റെ ഉദ്ദേശമായിരുന്നത്. ഇപ്പൊ നീ വൈറലുമായി ആ പാവത്തിന്റെ ജീവൻ പോവുകയും ചെയ്തു, ആയല്ലോ. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. കറക്റ്റ്. ഇപ്പൊ എല്ലാവരും പറഞ്ഞു നീ ഇനിയെങ്കിലും നിന്റെ ബിഹേവിയർ ചേഞ്ച് ചെയ്താൽ മതി, ഇനി ഉള്ളേ പോയി കിടക്കാൻ ജയിലിൽ, മനസ്സിലായോ? അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോണില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. ഏറ്റവും നല്ല കൗൺസിലിംഗ് കൊടുക്കണം നിനക്കും നിന്റെ ഫാമിലിക്കുമാണ്, മനസ്സിലായോ? നിന്നെ ഇതുപോലെ വളർത്തി വിട്ടില്ലേ? നീ ഇത് പറയുന്നുണ്ട് ഇതൊരു ജോക്കല്ല, ഞാനും സമ്മതിക്കുന്നു ഇത് ജോക്കല്ല എന്നുള്ളത്. ഇത് സത്യം പറഞ്ഞ് പക്ഷേ ഞാൻ അതിൻ്റെ കൂടുതൽ പറയുന്ന മറ്റൊരു കേസുമുണ്ട്, ഇത് ക്രിയേറ്റ് ചെയ്തതുമല്ല. അങ്ങനെ പറയണം, നീ ഇത് ക്രിയേറ്റ് ചെയ്തത് തന്നെയാണ്.
നിനക്ക് വൈറലാകാൻ വേണ്ടിയിട്ട് നീ ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് ആ വീഡിയോയിൽ തന്നെ സ്പഷ്ടമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതിന്റെ അനന്തരഫലമായിട്ട് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാക്കിക്കോ, ഇതെല്ലാം മുക്കി ഇവൾ ഓടിയിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാക്കി, ഈ പുള്ളി മരിച്ചത് അല്ലെങ്കിൽ പുള്ളി ആത്മഹത്യ ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല. ഇവളുടെ രണ്ടാമത്തെ വീഡിയോ ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട് ഇയാൾ അത് ചെയ്തത് തന്നെ എന്നും. അതുമല്ല, അത് സ്ലോ മോഷനിൽ കാണിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. സ്ലോ മോഷനിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോൾ തട്ടുന്ന വെച്ചു, സ്ലോ മോഷനിൽ കാണുമ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ തട്ടുന്നതായിട്ട് തോന്നും. മനസ്സിലായോ? അത് അയാളെ വീണ്ടും കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീണ്ടും ചെയ്യുകയും മറ്റുള്ളവർ ഈ റിയാക്ഷൻ ചെയ്യുന്നവർക്കും ഈ പറയുന്ന മാനസിക രോഗം എന്ന് പറയുന്നത് നിനക്കാണ് ഏറ്റവും വലിയ മാനസിക. ആ റിയാക്ഷൻ ചാനൽ അല്ലെങ്കിൽ റിയാക്ഷൻ ചെയ്തവർ ആ പുള്ളിയെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു എന്നെങ്കിൽ പുള്ളി ആദ്യമേ തന്നെ ആത്മഹത്യ ചെയ്തത്. മനസ്സിലായോ? ഇങ്ങനെ ഒരു സംഭവം വന്ന് നമ്മളെല്ലാവരും കൂടി ചേർന്ന് അയാളെ കുറ്റം പറഞ്ഞത് പുള്ളി ആദ്യത്തെ ദിവസം ആത്മഹത്യ ചെയ്ത് തന്നെ. അപ്പോൾ ഇത്രയും റിയാക്ഷൻ ചെയ്യുന്നവർ എല്ലാവരും ഈ ഇവൾക്ക് എഗെയിൻസ്റ്റിലായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ പുള്ളിക്ക് ഒരു സമാധാനമായി, എൻ്റെ ഭാഗത്താണ് ന്യായം, ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം പുള്ളിക്കുണ്ടായിരുന്നു. അതിനുശേഷം ഇവളുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇതെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് വീണ്ടും പുള്ളിയെ കുറ്റക്കാരൻ എന്നുള്ള രീതിയിൽ ഇവള് എന്തെങ്കിലും അടിയറ ഇട്ട് പറയുകയാണ് ഇയാൾ ഇത് ചെയ്തിട്ടുണ്ട്, അയാൾ ഒരു ഞരമ്പ് രോഗിയാണ് എന്ന് പറഞ്ഞതിൽ മനം നൊന്താണ് ഈ പുള്ളിയുടെ ആത്മഹത്യ പുള്ളി ചെയ്തിരിക്കുന്നത്. എനിക്കൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തി നമുക്ക് ഇവിടെ കാണാം. ശരി.